Today we are going to discuss about potentiometer. Unknown EMF or potential difference accurate ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. ഒരു വയറിലൂടെ സ്റ്റഡി കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ, അതായത് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു വയറിലൂടെ സ്റ്റഡി കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ the potential difference between any 2 points of the wire is directly proportional to the length of the wire between the two end points. ഇതാണ് principle of a potentiometer. When the steady current I flows through a wire of uniform area of cross section, the potential difference between any 2 points of the wire is directly proportional to the length of the wire between 2 points. ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓംസ് ലോയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി നോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു IR. നമുക്കറിയാം റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA/L ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആറിന് പകരം നമുക്ക് ρL/A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഇക്വേഷനിൽ. That is V is equal to I into ρL/A. ഇവിടെ റോ കോൺസ്റ്റൻ്റ് ആണ്, A കോൺസ്റ്റൻ്റ് ആണ്, I കോൺസ്റ്റൻ്റ് ആണ് എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we can write V proportional to L. അതായത് സ്റ്റഡി കറൻറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. റെസിസ്റ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു വയറിൻ്റെ. യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. ദെയർഫോർ വി പ്രൊപ്പോർഷണൽ ടു എൽ. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും വി ഈസ് ഈക്വൽ ടു KL, where K is a constant. That is V/L is a constant. That constant is known as potential gradient. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാന ടേമാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. V/L ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 2 യൂസസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് to compare the EMF of 2 cells. 2 സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാറുണ്ട്. സെക്കൻഡ് വൺ ഈസ് ടു ഫൈൻഡ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 സെൽസ്. 2 സെൽസിൻ്റെ EMF കമ്പയർ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ മോഡലാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. ഇതിൽ വുഡൻ പ്ലാറ്റ്ഫോമായി നമ്മൾ കാണുന്നതാണ് ആക്ച്വലി പൊട്ടൻഷ്യോമീറ്റർ അപ്പാരറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലാണ് നമ്മൾ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള വയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10 മീറ്റർ ലെങ്ത്തുള്ള വയറാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ 10 മീറ്റർ വയർ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗാൽവനോമീറ്റർ, റിയോസ്റ്റാറ്റ്, കീ, സെൽ, കൂടാതെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള 2 സെല്ലുകൾ. ഇതൊക്കെയാണ് ഈ മോഡൽ പിക്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിൽ പ്രൈമറി സർക്യൂട്ടുണ്ട്, സെക്കൻഡറി സർക്യൂട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിലായി ഒന്നുകൂടെ കാണാം. ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ടിൽ സാധാരണയായി നമ്മുടെ ലാബുകളിൽ കാണുന്ന ഒരു സെറ്റപ്പാണ് ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത്. പൊട്ടൻഷ്യോമീറ്റർ ഈ വുഡൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുന്നു, റിയോസ്റ്റാറ്റ്, ഗാൽവനോമീറ്റർ, 2 സെല്ലുകൾ. അതിൽ വൈറ്റ് കളറിൽ കാണുന്ന ആ സെല്ലിനെ നമ്മൾ ലെക്ലാൻഷ്യ സെല്ലെന്നും
കോപ്പർ ബാക്ക്ഗ്രൗണ്ടുള്ള ആ സെല്ലിനെ ഡാനിയൽ സെൽ എന്നുമാണ് പറയുന്നത്. കൂടാതെ ഇവർക്ക് സപ്പോർട്ടായി വേറൊരു സെല്ല് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡ്രൈവർ സെല്ലായി. ഇതൊക്കെയാണ് നമുക്ക് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ജോക്കി ഉപയോഗിച്ച് ഇവിടെയും നമ്മളൊരു നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നതിനനുസരിച്ച് ബാലൻസിങ് ലെങ്ത് എടുത്തിട്ടാണ് നമ്മളിവിടെയും റീഡിങ്സ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ തിയറി പാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ കണക്ഷൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ആദ്യം റിയോസ്റ്റാറ്റ്, കീ, സെൽ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പ്രൈമറി സർക്യൂട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എഗെയിൻ 2 സെല്ലുകൾ, നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടത് ലെക്ലാൻഷ്യ സെൽ, ഡാനിയൽ സെൽ, ഗാൽവനോമീറ്റർ, ജോക്കി എന്നിവ ഉൾപ്പെടുന്ന ഒരു സെക്കൻഡറി സർക്യൂട്ട്. 4 ലൈനുകളായി നമ്മൾ സിംബോളിക്കായി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വയർ. അതായത് നമുക്കറിയാം 10 വയേഴ്സാണ് ഫോൾഡഡായി നമുക്ക് കാണാൻ സാധിക്കുന്നതിന് സിംബോളിക്കായിട്ട് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം. ഇനി തിയറി പാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് E1 എന്ന സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കീ ഉപയോഗിച്ച്, സെക്കൻഡറി സർക്യൂട്ടിലെ കീ ഉപയോഗിച്ച് E1 എന്ന സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയ ബാലൻസിങ് ലെങ്ത് യൂസിങ് ജോക്കി നമ്മൾ മെഷർ ചെയ്യുന്നു, ദാറ്റ് ഈസ് L1. ആഫ്റ്റർ ദാറ്റ് E2 എന്ന സെല്ല് നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയ ബാലൻസിങ് ലെങ്ത് L2 ഈസ് മെഷേർഡ്. വി ഹാവ് E1 proportional to L1 and E2 proportional to L2. Thus, we can write E1 by E2 is equal to L1 by L2. ഇങ്ങനെയാണ് നമ്മൾ 2 സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. Second one is to find the internal resistance of a cell. ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ, ഒരു വുഡൻ പ്ലാറ്റ്ഫോം, റിയോസ്റ്റാറ്റ്, സെൽ, ഗാൽവനോമീറ്റർ, കീ, അതായത് പ്രൈമറി സർക്യൂട്ടിൽ ഉള്ള എല്ലാ അപ്പാരറ്റസുകളും കാണാം. സെക്കൻഡറി സർക്യൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു സെൽ, ഏതെങ്കിലും ഒരു സെൽ, ലെക്ലാൻഷ്യ സെല്ലോ ഡാനിയൽ സെല്ലോ അതല്ലെങ്കിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ബാറ്ററിയോ എന്തുമായിക്കോട്ടെ, ഒരു സെല്ല്, അതിനോടനുബന്ധിച്ച് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഒരു കീ, ഇത്രയുമാണ് സെക്കൻഡറി സർക്യൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ പഠിക്കുമ്പോൾ അതിലെപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷനാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ബോക്സാണ് ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ലാബിൽ നമ്മൾ കാണുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെല്ല് ലെക്ലാൻഷ്യ സെല്ലാണ്. അതിനോടനുബന്ധിച്ച് ഒരു കീ, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇത്രയും നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തിയറി പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈമറി സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ്, കീ, ഡ്രൈവർ സെൽ. സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ ഒരു സെൽ, ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, കീ, ഗാൽവനോമീറ്റർ, ജോക്കി,
ഒരു ഹൈ റെസിസ്റ്റൻസ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യാനുസരണം കണക്ട് ചെയ്താൽ മതി. ഇനി സെക്കൻഡറി സർക്യൂട്ടിലെ കീ K1 ഓപ്പൺ ആണെങ്കിൽ when the key K1 is open we can write E proportional to L1. EMF is proportional to L1 when the key K1 is open. സെക്കൻഡറി സർക്യൂട്ടിലെ കീ ഓപ്പൺ ആണെങ്കിൽ. when the key K1 is closed, ആ കീ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then we can write V proportional to L2. നമ്മൾ ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസൊക്കെ പഠിച്ചതാണ്, സിമിലാരിറ്റിയും ഡിഫറൻസൊക്കെ പഠിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം K1 ഓപ്പൺ ആയപ്പോൾ E പ്രൊപ്പോർഷണൽ ടു L1, K1 ക്ലോസ്ഡ് ആയപ്പോൾ V പ്രൊപ്പോർഷണൽ ടു L2. Thus we can write E by V is equal to L1 by L2. But we have V is equal to IR and E is equal to I into R plus R. ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ആ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടെ വരുന്നത് കൊണ്ട് E is equal to I into R plus R. Therefore, E by V is equal to I into R plus R divided by IR. That is R plus R divided by capital R. Or we can write, we have E by V is equal to L1 by L2. Therefore, we can write R plus R by R is equal to L1 by L2. Or from this we can find out the internal resistance small r is equal to capital R into L1 minus L2 whole divided by L2. Here L1 is the balancing length when key K1 is open. L2 is the balancing length when the key K1 is closed. ഇങ്ങനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.